ഇന്നലകളിലെ ഞാൻ ഇന്നില്ല, ഇന്നുള്ള ഞാൻ വെറും ശൂന്യനത്രേ. സ്വന്തമായി കരുതാൻ ഇന്നൊന്നുമില്ല, ഉള്ളതെല്ലാം നിന്റെ ദാനമത്രേ. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, സ്ലീഹാകാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. 5-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വചന വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഒരുപാട് തവണ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ വചനഭാഗത്തെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരല്പസമയം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാലനയിൽ പരിപൂർണമായിട്ടും ആശ്രയം വെച്ച് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നവരായി തീരുക എന്നുള്ളതാണ്. ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ദൈവപരിപാലനയിൽ ആശ്രയം കണ്ടെത്തുന്ന മക്കളായി തീരുക എന്നുള്ളത്. എന്താണ് ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറയുന്നത്? ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും കരുതലുമാണ് ദൈവപരിപാലന എന്ന് പറയുന്നത്. ഈ ദൈവപരിപാലന നമുക്ക് പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുമ്പിൽ നിന്ന് മാറിയിരുന്നില്ല. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറയുന്നത്. ഈ ദൈവപരിപാലന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ സുവിശേഷം തന്നെ നമുക്ക് അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്, അവിടുത്തെ രാജ്യം നിങ്ങൾ അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ലഭിക്കുമെന്ന്. തീർച്ചയായിട്ടും നാം ദൈവത്തിൽ ആശ്രയം വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനുള്ള എല്ലാം തമ്പുരാൻ തന്നെ നൽകും എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ വളരുന്നവരായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പരിപൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയം വെച്ചിട്ടുള്ള ഒരുവനെയും ദൈവം കൈവിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാനായിട്ട് സാധിക്കും. ദൈവപരിപാലനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വിചിന്തനം ചെയ്യുമ്പോൾ ആദ്യമേ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചെറിയൊരു കഥയുണ്ട്. ബോബി ജോസഫൻ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥയായിരിക്കും ഒരു പക്ഷേ. ഒരപ്പൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് പൂരപ്പറമ്പിലേക്ക് ഒരു കുഞ്ഞ് നടന്നെടുക്കുന്ന ഒരു കഥ. ആ പൂരപ്പറമ്പിലേക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അതൊക്കെ അവനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് അവൻ്റെ മനസ്സിനെ. പക്ഷേ അവനത് അടുത്ത് ചെന്ന് കാണുവാനോ ആസ്വദിക്കുവാനോ ഉള്ള ആഗ്രഹമുണ്ടെങ്കിലും ഈ അപ്പൻ്റെ കരങ്ങൾ അവനൊരു വിലങ്ങുതടിയായിട്ട് അവൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. അവൻ അപ്പൻ്റെ കൈ പിടിച്ച് ആ കാഴ്ചകളുടെ കാണാപ്പുറങ്ങളിലേക്ക് ഓടാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. തൻ്റെ കുഞ്ഞിൻ്റെ കൈ വേദനിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ആ അപ്പൻ പതിയെ ആ കുഞ്ഞിൻ്റെ കൈ ഒന്ന് റിലീസ് ചെയ്യുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആ കുഞ്ഞ് കാഴ്ചകളുടെ കാണാപ്പുറങ്ങളിലേക്ക് ഓടുന്നുമുണ്ട്. അവൻ ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് തുടങ്ങി. നേരം വൈകി കഴിഞ്ഞപ്പോൾ അതുവരെയും അവന് സന്തോഷം പകർന്നു കൊടുത്തിരുന്ന ആ കാഴ്ചകളൊക്കെ പതിയെ അവൻ്റെ ഉള്ളിൽ നിന്ന് അകന്നു തുടങ്ങി. ഇത്രയും നാൾ തനിക്ക് ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തനിക്ക് ഒരു സംരക്ഷണം നൽകിയിരുന്ന തൻ്റെ അപ്പൻ കൂടെയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ പിഞ്ച് മനസ്സ് ഒന്ന് വേദനിച്ചു. അവൻ ആ പൂരപ്പറമ്പിൽ നിന്ന് ചിണുങ്ങിക്കരയാനായിട്ട് തുടങ്ങി. അപ്പൻ മാറി നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ അപ്പൻ തൻ്റെ കുഞ്ഞ് കരയുന്നത് കണ്ട് പുറകിലൂടെ ചെന്ന് അവനെ ചേർത്ത് പിടിച്ച് നിർത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവപിതാവും ഇതുപോലെ തന്നെയാണ്. പരിപൂർണമായിട്ടും നമ്മൾ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതത്തെ കരുപിടിപ്പിക്കാനായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കുകയെ തീർച്ചയായിട്ടും ചിലപ്പോഴൊക്കെ ചില സങ്കടങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. നമ്മുടെ ചില സന്തോഷങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ കടബാധ്യതകൾ നമുക്ക് ഒരുപാടുണ്ടാകാം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാകാം, മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം. പക്ഷേ പരിപൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതത്തെ ഒന്ന് കരുപ്പിടിപ്പിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ? ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ? പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ നിന്ന് പരാതി പറയുന്നവരായി തീരാറുണ്ട്. നമുക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നൊവേനകളൊക്കെ കാഴ്ചകളൊക്കെ സമർപ്പിക്കാറുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയം വെക്കാനായിട്ടുള്ള ഒരു മനോഭാവം അത് നമുക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾക്ക് ഒരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കാതെ വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക. ഒരല്പം ബുദ്ധിമുട്ടാണ്, പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും നമ്മളെ
കാണുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ അറിയുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരും ഒന്നുമല്ലാത്തവരുമായിട്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. എല്ലാം ദൈവം തന്ന ദാനമാണ്. അപ്പം അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ദൈവം നൽകുന്ന ദാനങ്ങളെല്ലാം സ്വീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ പരിപാലന, ദൈവത്തിൻ്റെ പരിപാലന ഒന്ന് തിരിച്ചറിയാനും ആ പരിപാലനയിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുമായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളതായി തീരുന്നത്. അതിന് ഇന്നത്തെ ഈ ദിവസം നമ്മെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.